ഹലോ ഡി സ്റ്റുഡൻസ്, വെൽക്കം ടു ഫിസിക്സ് ബൈ ഗ്രേസ് യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെം ഇലക്ട്രോ ഡൈനാമിക്സിലെ ഫിഫ്ത്ത് ചാപ്റ്റർ മാഗ്നറ്റിക് ഫീൽഡ് ഇൻ മാറ്റർ എന്നുള്ള ചാപ്റ്ററിലെ ഒരു ടോപ്പിക്കാണ് ഫീൽഡ് ഓഫ് എ മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റ്. ഇതൊരു ഡെറിവേഷനാണ്. സാധാരണ രീതിയിൽ 5 മാർക്കിൻ്റെ ഡെറിവേഷനാണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഡെറിവേഷൻ തന്നെയാണ്. ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുന്നു. നമുക്കറിയാം, ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുപോവുകയാണെങ്കിൽ അത് മാഗ്നറ്റിസം കിട്ടും. എന്താണ് മാഗ്നറ്റിസം കിട്ടുക എന്ന് പറഞ്ഞാൽ, മാഗ്നറ്റൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൽ ഡൈപോളുകൾ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യലാണ്. സാധാരണ രീതിയിൽ ഡൈപോളുകൾ ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് അലൈൻ ചെയ്യുന്നതാണ് മാഗ്നറ്റൈസേഷൻ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽ എന്ത് കിട്ടും? ഒരു മാഗ്നറ്റിസം കിട്ടും. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിസം കിട്ടുന്നതുകൊണ്ട് ഉള്ള ഫീൽഡ് എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, വെക്റ്റർ പൊട്ടൻഷ്യൽ, മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വെക്റ്റർ പൊട്ടൻഷ്യൽ എ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, എ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ ഡെൽ ക്രോസ് എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡെൽ ക്രോസ് എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ബി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എ ആണ് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ, എ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിനെ പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ, ഞാൻ മുമ്പ് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യലിൻ്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടാവും. തൊട്ട് മുമ്പത്തെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മെറ്റീരിയൽ മാഗ്നറ്റൈസ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടുള്ള ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇവിടെയാണ് നമുക്ക് ബൗണ്ട് കറൻസ് ഒരു ഐഡിയ ഒക്കെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുമ്പോൾ ബൗണ്ട് ചാർജസ് എന്ന് നമ്മൾ പഠിച്ചു അല്ലേ? പോളറൈസേഷൻ സംഭവിക്കുമ്പോഴുള്ള ബൗണ്ട് ചാർജസ്. അതേപോലെ അതിന് പാരലായിട്ട് അല്ലെങ്കിൽ അനാലഗസ് ആയിട്ട് ഇവിടെ നമ്മൾ ബൗണ്ട് കറൻസിനെ കുറിച്ചൊരു ഐഡിയ ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പം ഞാൻ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. ആക്ച്വലി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ 2021-ലും 2022-ലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിറൈവ് ചെയ്യാനല്ല ചോദിച്ചിട്ടുള്ളത്. നിങ്ങളിവിടെ കാണുന്ന പോലെ റൈറ്റ് എൻ എക്സ്പ്രഷൻ ഫോർ ദ ഫീൽഡ് ഓഫ് എ മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റ്. ഫൈനൽ എക്സ്പ്രഷൻ എഴുതാമെന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, 2022-ൽ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്രഷൻ എഴുതാനും ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് പറയാനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഡെറിവേഷനിലേക്ക് പോവാണ്. ഡെറിവേഷൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഫൈനൽ എക്സ്പ്രഷൻ മാത്രം പഠിക്കുക, ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാനും പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അവസാനം പറയാം. ഞാൻ ആദ്യം ഡെറിവേഷനിലേക്ക് പോവാണ്. ഈ ഡെറിവേഷനിൽ 4 റിസൾട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ റൈറ്റ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. 4 റിസൾട്ടുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ആ റിസൾട്ടുകൾ നമ്മൾ ഓർത്ത് വെച്ചാലാണ് നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസിനും ഇത് ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നുണ്ടാവും ഡെറിവേഷൻ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ മാത്രം പഠിക്കാം. ഓക്കെ, കഴിയാവുന്നവരെല്ലാവരും ഡെറിവേഷൻ പഠിക്കുക, റിസൾട്ടുകൾ പഠിക്കുക, ഡെറിവേഷൻ പഠിക്കുക. 4 റിസൾട്ടുകളും നമ്മൾ ആ ഡെറിവേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഇതിന് പാരലായിട്ട് ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ട്. ഫീൽഡ് ഓഫ് എ പോളറൈസ്ഡ് ഒബ്ജക്റ്റ്, അല്ലെ ഇലക്ട്രിക്കലി പോളറൈസ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ ഫീൽഡ്. അതിന് പകരം മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വരുമ്പോൾ എന്താ നമ്മൾ പഠിക്കുന്നത്? മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റിൻ്റെ ഫീൽഡ്. ഓക്കെ, അവിടെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചു. അതൊന്ന് നമുക്ക് നെഗറ്റീവ് ഗ്രേഡിയൻ്റ് എടുത്താൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ ചെയ്യുന്നത് മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ അല്ലേ കണ്ടുപിടിക്കുക. അതൊന്ന് നമുക്ക് അതിൻ്റെ ഡെൽ ക്രോസ് എ കണ്ടുപിടിച്ചാൽ ബി കിട്ടും. ഞാൻ ആ ഡെറിവേഷനിലേക്ക് വരട്ടെ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റിൻ്റെ ഫീൽഡ് കണ്ടുപിടിക്കുകയാണ്. നോക്കൂ, ഇതാണ് വിചാരിക്കുക ഒരു മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഷേപ്പിലുള്ള ഒരു മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റ്. അതിൻ്റെ ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നോക്കൂ, ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു ഡൈപോൾ എടുക്കുകയാണെങ്കിൽ, ഒരു ഡൈപോൾ മാത്രം എടുക്കുകയാണ്, ഇതിൽ ഒരു സിംഗിൾ ഡൈപോൾ മാത്രം എടുക്കുകയാണെങ്കിൽ ആ സിംഗിൾ ഡൈപോൾ കൊണ്ടുള്ള, നോക്കൂ അതിൻ്റെ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ എം ആണെന്ന് വിചാരിക്കും, അതുകൊണ്ട് ഒരു പോയിന്റിലുള്ള ഫീൽഡ്, ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സിംഗിൾ ഡൈപോൾ, മാഗ്നറ്റിക് ഡൈപോൾ ആണ് ഉദ്ദേശിക്കുന്നത്. ഇതാ ഈ പോയിന്റിലുള്ള ഫീൽഡ്, ഇതാണ് ആർ വെക്ടർ, ഇതാണ് ആർ ക്യാപ്പ്. ആർ വെക്ടർ ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ. ഡൈപോളിൽ നിന്ന് ഈ പോയിന്റിൽ ഏത് പോയിന്റിലാണ് ഫീൽഡ് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ പോയിന്റിലാണ് നമ്മൾ ഫീൽഡ് കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ പോയിന്റിൽ വെക്റ്റർ പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഇക്വേഷനാണിത്. വെക്റ്റർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിംഗിൾ ഡൈപോൾ, ഒരു ഡൈപോൾ കൊണ്ട് ആർ ഡിസ്റ്റൻസ് അകലെയുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ ഇക്വേഷനാണ് μ0/4π. നിങ്ങൾക്ക് ഇക്വേഷൻ ഇവിടെ കാണാണ്ട് μ0/4π എം ക്രോസ് ആർ ക്യാപ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് എക്സ്പ്രഷൻ. നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്യുന്നത് ഒരു ചെറിയ വോളിയം എടുക്കുകയാണ്. വി ആർ കൺസിഡറിങ് എ സ്മോൾ വോളിയം. നോക്കൂ,
ഈ വോളിയത്തിലെല്ലാം ഡൈപോളുകൾ ഇങ്ങനെ അലൈൻ ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. ഡൈപോളുകൾ ഇങ്ങനെയാണ് അലൈൻ ചെയ്തിട്ടുള്ളത്, മാഗ്നറ്റിക് ഡൈപോളുകൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് നമുക്ക് കിട്ടണം. എത്രയാണ് ആ ചെറിയ വോളിയത്തിലുള്ള, ഞാൻ ഡീറ്റോ വോളിയം എന്ന് എടുത്തോട്ടെ, ആ വോളിയത്തിലുള്ള മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയാണ്? നമ്മളിങ്ങനെ പഠിക്കുന്നുണ്ട്, നമ്മൾ മാഗ്നറ്റൈസേഷൻ പഠിക്കുന്നുണ്ട്. എന്താ മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡിവൈഡ് ബൈ യൂണിറ്റ് വോളിയം ഡിവൈഡ് ബൈ വോളിയം അല്ലേ. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പെർ യൂണിറ്റ് വോളിയാണ് മാഗ്നറ്റൈസേഷൻ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടണമെങ്കിൽ മാഗ്നറ്റൈസേഷനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? സ്മോൾ എം ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എം ടൈംസ് ദ വോളിയം. ഓക്കെ, ഇവിടെ നോക്കൂ, ഇത് വോളിയാണ്, ഞാൻ വീണ്ടും ഉദ്ദേശിക്കുന്ന വോളിയാണ്. ഇവിടുത്തെ വോളിയം ഡീറ്റോ എന്നാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലേ, സ്മോൾ വോളിയം ഡീറ്റോ ആണ്. സോ ഇറ്റ്സ് മാഗ്നറ്റൈസേഷൻ ടൈംസ് ഡീറ്റോ. ഇതാണ് ഇത്രയും വോളിയത്തിലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഇത്രയും വോളിയത്തിലെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എത്രയാണ്? ഇസ് ഈക്വൽ ടു മാഗ്നറ്റൈസേഷൻ ടൈംസ് ഡീറ്റോ. ഇതാണ് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇത്രയും ഈ ചെറിയ വോളിയം കൊണ്ടുള്ള ഇവിടെയുള്ള വെക്ടർ പൊട്ടൻഷ്യൽ എനിക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതാണ് the vector potential due to a single dipole is given by mu 0 by 4 pi m cross r cap by r square അല്ലേ. ഈ പോയിന്റിലുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, m cross r cap by r square. okay, so the magnetization due to this elementary volume, if we consider an elementary volume dito, the magnetization due to the elementary volume is given by a is equal to, ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡി എന്ന് വേണമെങ്കിൽ എഴുതാം. ഫുൾ എ അല്ല, ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ അല്ലേ. ഡീറ്റോ വോളിയം കൊണ്ടുള്ള മാഗ്നറ്റൈസേഷൻ വെക്ടർ പൊട്ടൻഷ്യലാണ്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ടോട്ടൽ മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ. അപ്പോൾ mu 0 by 4 pi വോളിയം ഇൻ്റഗ്രലാണ്, ഫുൾ വോളിയത്തിൽ, എൻറ്റിയർ വോളിയത്തിൽ. അപ്പം ഞാൻ എഴുതുന്നതാണ്, ഫസ്റ്റ് എഴുതുന്നത് ഇതാണ്. ഇതാ ഈ എമ്മിന് പകരം എന്താ വരിക? ക്യാപിറ്റൽ എം ഇൻറ്റു ഡീറ്റോ വരും. ഡീറ്റോ വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ക്രോസ് ആർ ക്യാപ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇൻ ദ വോളിയം ഡീറ്റോ ആണത്. ഓക്കെ, ഇപ്പോൾ ഇത് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഡീറ്റോ വോളിയം കൊണ്ടുള്ള മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യലാണ്. നമ്മളിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രൽ ഇവിടെ മാർക്ക് ചെയ്യാം, mu 0 by 4 pi കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രൽ ഇവിടെ മാർക്ക് ചെയ്യാം. വോളിയം ഇൻ്റഗ്രൽ ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. ഓക്കെ, ടോട്ടൽ വെക്റ്റർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ദ എൻറ്റിയർ വോളിയം, മൊത്തം വോളിയം കൊണ്ടുള്ള വെക്റ്റർ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോക്കൂ, നമ്മൾ ഒരു റിസൾട്ട് അപ്ലൈ ആണ്. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇതാ ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിന് നമുക്ക് ഇതാ ഈ റിസൾട്ട് യൂസ് ചെയ്യാം. ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിന് പകരം ഡെൽ ഓഫ് അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഓഫ് 1/r എന്ന് എഴുതാം. ഗ്രേഡിയൻ്റ് ഓഫ് 1/r ആണ്. ഞാൻ ഗ്രിഫിത്തിൽ യൂസ് ചെയ്തിട്ടുള്ള സൈൻ കൺവെൻഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി അവിടെ ഒരു മൈനസ് സൈനും കൂടി ഉണ്ട്. നിങ്ങൾക്കറിയാം 1/rൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത്, ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണല്ലോ. 1/rൻ്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് -1/r², ഒരു മൈനസ് സൈൻ കൂടി ഉണ്ട്. ഗ്രിഫിത്തിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു സൈൻ കൺവെൻഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രേഡിയൻ്റ് ഓഫ് 1/r, അപ്പോൾ ഈ ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിന് എന്ത് എഴുതാം? ഗ്രേഡിയൻ്റ് ഓഫ് 1/r എന്ന് ഈ റിസൾട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ എഴുതുകയാണ്, mu 0 by 4 pi വോളിയം ഇൻ്റഗ്രൽ എം ക്രോസ് എം ഡീറ്റോ ക്രോസ് ഡെൽ ഓഫ് ഡീറ്റോ വേണമെങ്കിൽ നമുക്ക് മാറ്റി പുറത്ത് എഴുതാം, ഡീറ്റോ ആർ ക്യാപ് ബൈ ആർ സ്ക്വയറിന് പകരം ഡെൽ ഓഫ്, ഇവിടെ ക്രോസ് ഉണ്ട്, ഡെൽ ഓഫ് 1/r എന്ന് എഴുതാം. ഓക്കെ, ഇതും വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ഡെൽ എന്നുള്ള വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, ഇനി നോക്കൂ, എം ക്രോസ് ഡെൽ ഓഫ് 1/r, ഈ എം ക്രോസ് ഡെൽ ഓഫ് 1/rന് നമ്മൾ അടുത്തൊരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്, എം ക്രോസ് ഡെൽ ഓഫ് 1/r. നമ്മൾ ഈ തേർഡ് ഇക്വേഷൻ നോക്കുകയാണെങ്കിൽ എം ഇവിടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നോക്കൂ, ഈ എക്ക് പകരമാണ് എം വന്നിട്ടുള്ളത്. ഡെൽ ഓഫ് എഫ് എന്നുള്ളത് 1/r ആണ്, മനസ്സിലായി? 1/r, എഫിന് വരെ 1/rഉം എക്ക് വരെ എമ്മും കൊടുത്താൽ നമുക്ക് ഇക്വേഷൻ 3ൽ പറഞ്ഞ പോലെ നമുക്കിതിനെ എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും. ഈ ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം, ഈ ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ വരുമ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ 1/r ഇൻറ്റു ഡെൽ ക്രോസ് എ, ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എം മൈനസ്, ഈ ടൈം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ മൈനസ് സൈൻ ആവും, ഡെൽ ക്രോസ് എഫിന് വരെ 1/r ഇൻറ്റു എം. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യണം, ഈ റിസൾട്ടിന് വരെ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് 2 ടേംസ് ആയിട്ട് മാറും. അത് ഒരു ടേമിന് പകരം 2 ടേംസ് ആയിട്ട് മാറും.
ആ രണ്ട് ടേംസും നമുക്ക് ഇവിടെ എഴുതാം. ഓക്കെ, അടുത്ത പേജിൽ എഴുതാം. വെക്ടർ പൊട്ടൻഷ്യൽ എ ഈസ് ഈക്വൽ ടു μ0/4π, രണ്ട് ഇൻ്റഗ്രലാണ്, രണ്ട് വോളിയം ഇൻ്റഗ്രൽ. ഫസ്റ്റ് വോളിയം ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് m/r. ഓക്കെ, ഡെൽ ക്രോസ് m/r എന്നാണ് നമുക്ക് വരിക. ഫസ്റ്റ് ഇൻ്റഗ്രൽ നമുക്ക് നോക്കിയാൽ അറിയാം, 1/r ഇൻറ്റു ഡെൽ ക്രോസ് m. ഓക്കെ, 1/r ഇൻറ്റു ഡെൽ ക്രോസ് m. നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ എഴുതിയാലും മതി, ഡെൽ ക്രോസ് m 1/r ഇങ്ങനെ എഴുതിയാൽ മതി. ഡി ടോ വോളിയം ഇൻ്റഗ്രലാണ്. മൈനസ് μ0/4π, സെക്കൻഡ് ടേം ഇതാണ് വോളിയം ഇൻ്റഗ്രൽ. നോക്കൂ, ഇവിടെ ഈ ടേമാണ് വരുന്നത്, ഡെൽ ക്രോസ് 1/r m, ഡെൽ ക്രോസ് 1/r m അല്ലെങ്കിൽ m/r. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു റിസൾട്ടും കൂടി നമ്മൾ അവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്യാണ്. നോക്കൂ, ഇതാ, ഇത് ഗ്രിഫിത്തിൽ ഒരു പ്രോബ്ലമായിട്ട് തന്നിട്ടുള്ള ഒരു റിസൾട്ടാണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസൾട്ടാണ്. സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗോസസ് ഡൈവേർജൻസ് തിയറവും സ്റ്റോക്സ് തിയറവും ഒക്കെയാണ്. ഇത് അതേപോലെയൊക്കെ തോന്നിയാലും ഗോസസ് ഡൈവേർജൻസ് തിയറും അല്ല, സ്റ്റോക്സ് തിയറും അല്ല. നമ്മളിവിടെ വോളിയം ഇൻ്റഗ്രൽ നിന്ന് സർഫസ് ഇൻ്റഗ്രലിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, സർഫസ് ഇൻ്റഗ്രലിലേക്ക് മൂവ് ചെയ്യാണ്. ഇതിൻ്റെ സ്റ്റൈൽ വ്യത്യാസമുണ്ട്. ഡെൽ ക്രോസ് വി ആണ് ഇവിടെ ഉള്ളത്, ഡെൽ ക്രോസ് വി. ഓക്കെ, ഡൈവേർജൻസ് തിയറം അല്ല അത്. നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഡെൽ ക്രോസ് വി ആണ്, ഇവിടെ വി ആണ്. അതേസമയം ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ഫസ്റ്റ് വൺ വോളിയം ഇൻ്റഗ്രലാണ്, സെക്കൻഡ് സർഫസ് ഇൻ്റഗ്രലാണ്. ഈ റിസൾട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ വോളിയം ഇൻ്റഗ്രലിനെ, ഡെൽ ക്രോസ് വരുന്ന വോളിയം ഇൻ്റഗ്രലിനെ ഞാൻ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റുകയാണ്. വി ക്രോസ് ഡി എ. വി എന്ന് പറഞ്ഞാൽ ഇനി വെക്റ്റർ, ഇവിടെ നമുക്ക് എമ്മിന് പകരം വി ആണെന്ന് വിചാരിക്കാം. നോക്കാം നമുക്ക് ഇവിടെ എന്തായാലും. അപ്പോൾ ഈ സെക്കൻഡ് ഇൻ്റഗ്രൽ, ഞാൻ ഫസ്റ്റ് ഇൻ്റഗ്രൽ അങ്ങനെ തന്നെ എഴുതാണ്, μ0/4π വോളിയം ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എം ബൈ ആർ ഡി ടോ മൈനസ് μ0/4π. ഈ സെക്കൻഡ് ഞാൻ സർഫസ് ഇൻ്റഗ്രലാക്കി മാറ്റുകയാണ്. അവിടെ ആ ഇക്വേഷനിൽ മൈനസ് സൈൻ ഉള്ളതുകൊണ്ട് ഇത് പ്ലസ് ആയിട്ട് മാറുകയാണ്, രണ്ട് മൈനസ് കൂടി വരുമ്പോൾ. ഡെൽ ക്രോസ് എന്നുള്ള പകരം നമുക്ക് ഇവിടുത്തെ വെക്ടർ ഇതാണ്, അവിടെ തന്നിട്ടുള്ള വിക്ക് പകരം ഇവിടുത്തെ വി ഇതാണ് കേട്ടോ, വെക്ടറിന് പകരം. മനസ്സിലായി, ആ വെക്ടറിന് പകരം ഇവിടെ എം ക്രോസ് ആർ ആണ്. സോ എം ക്രോസ് ആർ ഡോട്ട് ഡി എ. ഓക്കെ, സോറി, ഡോട്ട് ഡി അല്ല, ക്രോസ് ഡി എ. നമുക്കൊന്നുകൂടി നോക്കാം റിസൾട്ട്. ഇതാ, ക്രോസ് ഡി എ മൈനസ് ഓഫ് ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രൽ വി ക്രോസ് ഡി എ. അവിടെ വരുന്ന വെക്ടർ m/r ആണ്, ക്രോസ് ഡി എ വരുന്നുണ്ട്, ക്ലോസ്ഡ് സർഫസ് ഇൻ്റഗ്രലാണ്. ഇങ്ങനെയാണ് റിസൾട്ട് വരുന്നത്. സോ ഇതാണ് ഇക്വേഷൻ, വെക്ടർ പൊട്ടൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡ് ടൈമിനെ ഒന്നുകൂടി ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. μ0/4π വോളിയം ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് എം ബൈ ആർ. ഫസ്റ്റ് ടൈമിൽ ഞാൻ യാതൊരു മാറ്റവും വരുന്നില്ല, പക്ഷേ സെക്കൻഡ് ടൈമിൽ ഒരു മാറ്റം കൂടി വരുത്തേണ്ടതുണ്ട്. സർഫസ് ഇൻ്റഗ്രൽ ഇതിനെ ഞാൻ എം ക്രോസ് എൻ ക്യാപ്പ് എന്നാക്കുകയാണ്. ഈ 6 ഡിനോട്ടിൽ എഴുതിയാൽ മതി. ഈ എൻ ക്യാപ്പ് എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഡി എ വെക്ടർ ഉണ്ടല്ലോ, ഡി എ വെക്ടറിന് നമുക്ക് ഏരിയ വെക്ടർ എപ്പോഴും ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ അല്ലേ. അപ്പോൾ ഡി എന്നുള്ളത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, എൻ ക്യാപ്പ് എന്നുള്ളത് ഏരിയ വെക്ടറിൻ്റെ ഡയറക്ഷനും. മനസ്സിലായി, ഏരിയ വെക്ടർ ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദി ഏരിയ. അപ്പോൾ ഡി എ ഇൻറ്റു എൻ ക്യാപ്പ് എന്ന് എഴുതാം. അപ്പോൾ അതിൽ എൻ ക്യാപ്പാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്, ഡി എ ഞാൻ ഇവിടെ എഴുതാം. യെസ്, അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ദിസ് ഈസ് എ വോളിയം ഇൻ്റഗ്രൽ, ദിസ് ഈസ് ദ സർഫസ് ഇൻ്റഗ്രൽ. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതാം, μ0/4π വോളിയം ഇൻ്റഗ്രൽ. നോക്കൂ, ഈ ഡെൽ ക്രോസ് എമ്മിനെ നമ്മൾ ജെ ബി എന്ന് പറയാം, വോളിയം ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി. ജെ എന്നുള്ളത് വോളിയം കറണ്ട് ഡെൻസിറ്റിയാണ്, ബി കാണിക്കുന്ന ബൗണ്ട് എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ ഉള്ളിലുള്ള സാധാരണ രീതിയിൽ നമുക്ക് എന്താ ഫ്രീ കറണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. ഇത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അല്ല, മെറ്റീരിയൽസിലെ ഡൈപോളുകൾ അലൈൻ ചെയ്തുകൊണ്ടുള്ള ഇതാണ്. മനസ്സിലായി, മെറ്റീരിയൽസ് ഓരോ ഡൈപോളിലും, അവിടെ നമുക്കറിയാം ഓരോ ഡൈപോളും ഒരു കറണ്ടിന് ഈക്വലൻ്റ് ആണ് അല്ലെ, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള കറണ്ടിന് ഈക്വലൻ്റ്. അങ്ങനെ വരുന്ന വോളിയം കറണ്ട് ഡെൻസിറ്റിയാണ് ജെ ബി. അപ്പോൾ ഈ ടൈമിന് വോളിയം കറണ്ട് ഡെൻസിറ്റി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുകയാണ്. ഡെൽ ക്രോസ് എം ഈസ് ജെ ബി ഡിവൈഡ് ബൈ ആർ ഇൻറ്റു ടി ടോ, ഒരു വോളിയം ഇൻ്റഗ്രൽ, പ്ലസ് μ0/4π സർഫസ് ഇൻ്റഗ്രൽ ഓഫ്. ഈ ടൈമിനെയാണ് നമ്മൾ സർഫസ് കറണ്ട് ഡെൻസിറ്റി ആയിട്ട് കെ ബി.
വെക്ടർ കാണാം, രണ്ട് വെക്ടറാണ് കെ ബി ബൈ ആർ ഇൻറ്റു ടി എ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് ഇതാണ്. എന്താണ് ജെ ബി എന്നുള്ളത്? ജെ ബി ഈസ് ഈക്വൽ ടു വോളിയം കറണ്ട് ഡെൻസിറ്റി, വോളിയം ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി ജെ ബി ഈസ് ഈക്വൽ ടു, ഞാൻ എഴുതാം, വോളിയം ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി ജെ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം, ഡെൽ ക്രോസ് എം അല്ലെ, ഡെൽ ക്രോസ് എമ്മിനെയാണ് നമ്മൾ ജെ ബി ആയിട്ട് എടുത്തത്. ആൻഡ് സർഫസിലെ ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി, ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി, ഫ്രീ കറണ്ട് അല്ല, ഫ്രീ കറണ്ട് എന്നുള്ളത് അതിൽ എല്ലായിടത്തും മൂവ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർഫസ് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി കെ ബി ആണ്. അതെന്താണ്? എം ക്രോസ് എൻ ക്യാപ്പ് ആണ്, എം ക്രോസ് എൻ ക്യാപ്പ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഈ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ചാൽ, ദ ടോട്ടൽ വെക്ടർ പൊട്ടൻഷ്യൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന് വോളിയം കറണ്ട് ഡെൻസിറ്റി, മനസ്സിലായ, വോളിയം കറണ്ട് ഡെൻസിറ്റി കൊണ്ടുള്ള മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ, വെക്ടർ പൊട്ടൻഷ്യൽ, മാഗ്നറ്റിക് വെക്ടർ പൊട്ടൻഷ്യൽ എന്നാണ് ഫുൾ നെയിം. നമ്മളതിനെ ചുരുക്കി വെക്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നുള്ളൂ. വെക്ടർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു വോളിയം കറണ്ട് ഡെൻസിറ്റി. മനസ്സിലായി, വോളിയം ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി, ആൻഡ് ദിസ് ഈസ് ദ വെക്ടർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു വെക്ടർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു സർഫസ് കറണ്ട് ഡെൻസിറ്റി. വോളിയം കറണ്ട് ഡെൻസിറ്റി കൊണ്ടുള്ള വെക്ടർ പൊട്ടൻഷ്യലും സർഫസ് കറണ്ട് ഡെൻസിറ്റി കൊണ്ടുള്ള വെക്ടർ പൊട്ടൻഷ്യലും, അങ്ങനെ രണ്ട് ടേംസ് ആയിട്ടുണ്ട് നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ മാത്രം, ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് എഴുതാൻ ഉദ്ദേശിക്കുക, അങ്ങനെയാണ് എഴുതേണ്ടതെങ്കിൽ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ ഡെറിവേഷൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫൈനൽ ഇക്വേഷൻസ് മാത്രം പഠിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും പഠിക്കേണ്ടു. ഇതാ ഈ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. നിങ്ങൾ ഫൈനലി നിങ്ങൾ ഈ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. വെക്ടർ പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു ഈ ഇക്വേഷനാണ് പഠിക്കേണ്ടത്. ആ ഇക്വേഷൻ എഴുതിയിട്ട് അവിടെ നിങ്ങൾക്ക് ഈ ഡെഫിനിഷൻസ് എഴുതാം. ഇവിടെ ടേംസ് എക്സ്പ്ലെയിൻ ചെയ്യാം. മ്യൂ0 എന്നുള്ളത് എന്താ? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. മ്യൂ0 ഈസ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഓക്കെ, അത് നമുക്ക് വേറെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ജെ ബി എന്താണെന്ന് എഴുതണം. ഇറ്റ് ഈസ് എ വോളിയം ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി. ജെ ബി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എം. ജെ ബി എന്നുള്ളത് ഡെൽ ക്രോസ് എം ആണ്, ഇത് എഴുതണം. പിന്നെ കെ ബി ഈസ് ദ സർഫസ് ബൗണ്ട് കറണ്ട് ഡെൻസിറ്റി. കെ ബി ഈസ് ഈക്വൽ ടു എം ക്രോസ് എൻ ക്യാപ്പ്, അത് എഴുതണം. ഓക്കെ, പിന്നെ സിഗ്നിഫിക്കൻസ് ഇതാണ്. ദ വെക്ടർ പൊട്ടൻഷ്യൽ ഓഫ് എ മാഗ്നറ്റൈസ്ഡ് ഒബ്ജക്റ്റ് ഈസ് ഹാസ് ടു പാർട്സ്, രണ്ട് പാർട്ടുകളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വോളിയം കറണ്ട് ഡെൻസിറ്റി കൊണ്ടുള്ള പാർട്ടും, രണ്ട് സർഫസ് കറണ്ട് ഡെൻസിറ്റി കൊണ്ടുള്ള പാർട്ടും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എഴുതാം, ഈ ഇക്വേഷൻ എഴുതാം, ഈ സിഗ്നിഫിക്കൻസ് എഴുതാം. ഈ രണ്ട് ഡെഫിനേഷൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ പാർട്ടിൽ ഇക്വേഷൻസ് ആണ് എഴുതാൻ ചോദിക്കുന്നതെങ്കിൽ ഫുൾ മാർക്ക് കിട്ടും. അപ്പോൾ ഈ ഡെറിവേഷൻ പഠിക്കുക. 4 റിസൾട്ടുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡെറിവേഷൻ പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു.